Kerala, the new wave of entrepreneurship. വടക്കൻ കേരളത്തിൻ്റെ പ്രധാനമായും കോഴിക്കോടിൻ്റെ ചെറുകിട വ്യവസായ മേഖലയെ അനന്തമായ അവസരങ്ങളിലേക്കും വിവിധങ്ങളായ സാധ്യതകളിലേക്കും ആഗോള ശ്രദ്ധ ക്ഷണിക്കുകയെന്നതാണ് റൈസിംഗ് കേരളയുടെ ലക്ഷ്യം. സംരംഭകത്വത്തിൻ്റെ പുതുതരംഗമാണ് റൈസിംഗ് കേരള. ചെറുകിട വ്യവസായ മേഖലയിൽ കോഴിക്കോടിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്താനുള്ള ഒരു ചെറിയ ശ്രമമാണിത്. പറ്റാവുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്ത് വ്യാവസായിക മുന്നേറ്റത്തിന് വഴിയൊരുക്കുക എന്നതാണ് ലക്ഷ്യം. കാലത്തിൻ്റെയും അഭിരുചിയുടെയും മാറ്റത്തിനൊത്ത് ചുവടുവയ്ക്കാതെ പാദരക്ഷാ നിർമ്മാണ വ്യവസായം പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് 2006 കോഴിക്കോട് താജ് ഹോട്ടലിൽ 12 സ്റ്റാളുകളുടെ ഒരു പ്രദർശനവും ഈ മേഖലയിലെ അവസരങ്ങളെക്കുറിച്ച് വിശദമായ ഒരു സെമിനാറും നടത്തിയത്. പാദരക്ഷാ രംഗത്തെ വിദഗ്ധരുടെ ക്ലാസുകളും അസംസ്കൃത വസ്തുക്കൾ, നിർമ്മാണ പ്രക്രിയ, മെഷീനറി, മോൾഡ് നിർമ്മാണം തുടങ്ങിയവയെ പരിചയപ്പെടുത്തലും അവിടെ നടന്നു. അത് കോഴിക്കോട്ടെ പാദരക്ഷാ നിർമ്മാണ മേഖലയ്ക്ക് പുത്തനുണർവു നൽകി. തുടർ വർഷങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ന് ഇന്ത്യയിലെ പാദരക്ഷകളുടെ 45 മുതൽ 50% വരെ കോഴിക്കോട്ട് നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പാദരക്ഷാ രംഗത്തെ കൂട്ടായ്മയുടെ ഈ വിജയമന്ത്രം കോഴിക്കോട് പ്രതിസന്ധി നേരിടുന്ന മറ്റു വ്യവസായ മേഖലകളായ മരം, ഫർണിച്ചർ, പ്ലാസ്റ്റിക്, ഭക്ഷ്യ സംസ്കരണം, ബിൽഡിംഗ് മെറ്റീരിയൽ, ലൈറ്റ് എഞ്ചിനീയറിംഗ് എന്നിവയെ പുനരുജ്ജീവിപ്പിക്കാനും അന്താരാഷ്ട്ര നിലവാരത്തിലേക്കും ലോകവിപണിയിലേക്കും ഉയർത്തുന്നതിനും പ്രയോജനകരമാവണമെന്ന ലക്ഷ്യത്തോടെ KSSIA കോഴിക്കോട് ഘടകത്തിന്റെ നേതൃത്വത്തിൽ സിഫി, FDDC തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് റൈസിംഗ് കേരള 2014 കോഴിക്കോട് സംഘടിപ്പിച്ചത്. MSME, FDDI, CLRA, ക്രെഡായി, KMA എന്നിങ്ങനെ നിരവധി സംഘടനകളുടെ കൂട്ടായ്മയും ഇതിനോടൊപ്പമുണ്ട്. നിലവിലുള്ള സാഹചര്യങ്ങളിൽ സംരംഭങ്ങൾ വിജയകരമായി നടത്തിയെടുക്കാനുള്ള കഴിവാണ് യഥാർത്ഥ സംരംഭകന് വേണ്ടത്. അടുത്ത 2 വർഷത്തേക്ക് ഇവിടെ നമുക്ക് എന്തെല്ലാം ചെയ്യാനാവുമെന്ന് കണ്ടെത്താൻ സംരംഭകന് സാധിച്ചു. വിദ്യാർത്ഥികൾക്കും പ്രവാസികൾക്കും ഉൾപ്പെടെയുള്ള സംരംഭകർക്ക് കോഴിക്കോട്ടെ സാധ്യതകളും അവസരങ്ങളും പരിചയപ്പെടുത്തുകയും തുടങ്ങാവുന്ന പദ്ധതികളിൽ അവരെ ബോധവാന്മാരാക്കുകയും അതിനുവേണ്ട വിധത്തിൽ സാങ്കേതിക അസംസ്കൃത വസ്തു പ്രദർശനവും ബിസിനസ് മീറ്റുകളും ചർച്ചകളും സംഘടിപ്പിച്ചതിനു പുറമെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ആഗോളതലത്തിൽ തന്നെ വിപണി കണ്ടെത്താനും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, സൗകര്യങ്ങൾ എന്നിവ റൈസിംഗ് കേരളയിലൂടെ ലഭിച്ചു. റൈസിംഗ് കേരളയുടെ ഭാഗമായി വ്യവസായങ്ങളുടെ വിവിധ എക്സ്പോകൾ സംഘടിപ്പിക്കാനും സാധിച്ചു. ബിൽഡിംഗ് എക്സ്പോ, വുഡ് എക്സ്പോ, ഫുഡ് എക്സ്പോ, ഫുട്വെയർ എക്സ്പോ, ബിസിനസ് ഓപ്പർച്യൂണിറ്റി വിത്ത് പോളിയൂറിത്തീൻ, പ്ലാസ്റ്റിക് റോ മെറ്റീരിയൽ എക്സ്പോ, ഇൻഫർമേഷൻ ടെക്നോളജി സെമിനാർ, എഞ്ചിനീയറിംഗ് സെമിനാർ, കൂടാതെ 2014 നവംബർ 24-25 തീയതികളിൽ നടത്തിയ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ കോഴിക്കോടിന്റെ വ്യാവസായിക ഭൂപടത്തിൽ തല ഉയർത്തി നിന്നു. റൈസിംഗ് കേരളയുടെ ഭാഗമായി ഇന്റർനാഷണൽ ലീഡ് സമ്മിറ്റ് നടത്തി നിലവിലുള്ള സാഹചര്യങ്ങളിൽ വ്യവസായം നടത്തി വിജയിച്ച കേരളത്തിലെ സംരംഭകരുമായി സംവാദിക്കാൻ വഴിയൊരുക്കി. കോഴിക്കോട്ടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംരംഭകരുമായ ഒരു മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. അതതു മേഖലകളിലെ പ്രമുഖർ നടത്തിയ സെമിനാറുകളും സംരംഭകർക്ക് നല്ലൊരു അനുഭവമായിരുന്നു. സന്തോഷ് നായരുടെ മോട്ടിവേഷണൽ ക്ലാസും നിർമ്മാണ സാമഗ്രികളുടെയും യന്ത്രങ്ങളുടെയും അന്താരാഷ്ട്ര പ്രദർശനവും നടത്തി. ചെയർമാൻ M. ഖാലിദിന്റെയും ജനറൽ കൺവീനർ B. നൌഷാദിന്റെയും നേതൃത്വത്തിൽ കോഴിക്കോട്ടെ ഒട്ടനവധി വ്യവസായ പ്രമുഖർ റൈസിംഗ് കേരളയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ അഹോരാത്രം പരിശ്രമിച്ച് റൈസിംഗ് കേരള ഒരു വൻ വിജയമാക്കി മാറ്റി. കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ഒട്ടനവധി പേർ റൈസിംഗ് കേരളയുമായി സഹകരിച്ചു. തീർച്ചയായും സംരംഭകരെ കോഴിക്കോട്ടെ അവസരങ്ങളിലേക്ക് ആകർഷിക്കാനും ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണി കണ്ടെത്താനും അതിൻ്റെ സാങ്കേതികതയും അഭിരുചികളും കോഴിക്കോട്ടെ സംരംഭകർക്ക് അടുത്തറിയാനും റൈസിംഗ് കേരള സഹായകമായി. കേരളത്തിൽ ഇനി വ്യാവസായിക മുന്നേറ്റത്തിൻ്റെ നല്ല നാളുകൾ. റൈസിംഗ് കേരള, the new wave of entrepreneurship.